ഇന്ത്യൻ സിനിമാ ലോകം ഒരുപാട് പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന സിനിമയാണ് കൂലി. ഇപ്പോൾ ഓഗസ്റ്റ് 14 റിലീസാവുകയാണ്. രജനീകാന്തിന്റെ കൂടെ ഇന്ത്യൻ സിനിമയിലെ ഒരുപാട് സൂപ്പർ സ്റ്റാർസ് ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അല്ല, അമീർ ഖാനും ഉപേന്ദ്രയും, നമ്മുടെ മലയാളത്തിൽ നിന്ന് സൗബിൻ നല്ല റോളുണ്ട്, പിന്നെ സത്യരാജ്. അപ്പോൾ സത്യരാജും രജനീകാന്തിന്റെയും ഒരു കോംബോ, ആ ഒരു കോംബോനെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എയ്റ്റീസിന്റെ തുടക്കം തന്നെ തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാറായി മാറിക്കഴിഞ്ഞിരുന്നു രജനീകാന്ത്. അന്ന് രജനീകാന്തിന്റെയും കമൽഹാസന്റെ ഒക്കെ സിനിമകളിൽ വില്ലൻ വേഷങ്ങളിൽ കയറി വന്ന് നായകനായി മാറിയ നടനാണ് സത്യരാജ്. ഇപ്പൊ രജനീകാന്തിന്റെ 6ഓളം സിനിമകളിൽ പലതരം വില്ലൻ റോളുകൾ ചെയ്ത നടനായിരുന്നു സത്യരാജ്. അതിൽ ദാൻ മഹാനല്ലൈ, പുതിയ പായും പുലി, പിന്നെ കുറച്ച് എനിക്ക് പേര് മറന്നു. 6 സിനിമകളിൽ വില്ലനായിട്ട് അഭിനയിച്ച് 7ാമത്തെ ഒരു സിനിമ, അതിലും വില്ലനായിരുന്നു. രജനീകാന്തിന്റെ അച്ഛന്റെ വേഷമായിരുന്നു. അതാണ് മിസ്റ്റർ ഭരത്. 86 റിലീസ് ചെയ്തത്. അതൊരു ഹിന്ദി സിനിമയാണ്. എനിക്ക് തോന്നുന്നു തൃശൂൽ എന്ന് പറയുന്ന ഒരു ഹിന്ദി സിനിമയുടെ റീമേക്ക് ആയിരുന്നു. ആ ഒരു സിനിമയിലാണ് സത്യരാജന് വളരെ ശക്തമായിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടർ. അത് രജനീകാന്തിന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത്. അതിൻ്റെ ഒരു കഥയൊക്കെ പറയുകയാണെങ്കിൽ അതിൽ ചെറുപ്പത്തിൽ ഒരു രജനീകാന്തിന്റെ അമ്മയെ പ്രണയിച്ച് പറ്റിച്ചു പോകുന്ന ഒരു കഥാപാത്രം, വലിയൊരു ബിസിനസ്സുകാരൻ്റെ ഒരു കഥാപാത്രമാണ്. പിന്നീട് അച്ഛനോട് പ്രതികാരം തീർക്കാൻ വേണ്ടി രജനീകാന്ത് വളർന്നു വലുതായി വരുന്നതൊക്കെയാണ്. അന്ന് ആ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് രജനീകാന്തിനെക്കാട്ടും റിയൽ ലൈഫിൽ 4 വയസ്സ് ഇളയതാണ് സത്യരാജ്. എന്നിട്ടാണ് രജനീകാന്തിന്റെ അച്ഛന്റെ വേഷം ചെയ്തത്. അപ്പോൾ ഈ ഒരു സിനിമയാണ് രജനീകാന്ത് സത്യരാജ് കോംബോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്നും സിനിമയൊക്കെ വളരെയധികം ഫോളോ ചെയ്യുന്ന ആളുകൾ ഇന്നും ഓർക്കുന്ന ഒരു സിനിമയാണ് അത്, മിസ്റ്റർ ഭരത്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ശേഷം പിന്നീട് അവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞ് ഒരു 88 ഒക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഇവിടുത്തെ രാജാവിന്റെ മകന്റെ റീമേക്ക് ഒക്കെ പോലത്തെ ചില സിനിമകളോടുകൂടി സത്യരാജ് ഒരു ടോപ്പ് ഹീറോ ആയി മാറി. അതായത് ഒരു 1990 എത്തിയപ്പോൾ രജനി, കമൽ, സത്യരാജ്, വിജയകാന്ത്, ഇവര് 4 പേരുമായിരുന്നു അന്നത്തെ ടോപ്പ് ഹീറോസ്. ഇത് കഴിഞ്ഞ് പിന്നീട് 90s തുടക്കമൊക്കെ എത്തിയപ്പോൾ സത്യരാജ് ഭയങ്കര ഹീറോ ഒക്കെ ആയിട്ട് ഒരുപാട് സിനിമകൾ ഹിറ്റുകളൊക്കെ കൊടുത്തു. ഇവർ തമ്മിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് 2000 ഒക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ സത്യരാജിന്റെ ഒരു ഹീറോ എന്ന രീതിയിൽ സത്യരാജിന്റെ ഒരു സിനിമകളൊക്കെ ഒന്ന് ഫ്ലോപ്പായി തുടങ്ങി. പിന്നെ മകൻ സിബി രാജിനെ സത്യരാജ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സിബി രാജ് സിനിമകളിൽ സത്യരാജും അഭിനയിച്ചു. അങ്ങനെയൊക്കെ പോകുന്ന ഒരു സമയത്താണ് 2005 ആ ഒരു ടൈമിലാണ് ശിവാജി സിനിമയുടെ അനൗൺസ്മെന്റ് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രൊഡക്ഷൻ കാര്യങ്ങൾ വന്ന സമയത്താണ് ശങ്കർ രജനീകാന്തിന്റെ വില്ലനായിട്ട് അതിൽ സത്യരാജിനെ വിളിച്ചത്. പക്ഷെ അന്ന് സത്യരാജ് അത് അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പൊ ഈ കൂലി സിനിമയുടെ പ്രീ റിലീസ് ഇവന്റ് കഴിഞ്ഞ ദിവസം നടന്നപ്പോൾ അതിൽ രജനീകാന്ത് പറഞ്ഞിരുന്നു, ശിവാജി സിനിമയിൽ ഞാൻ അന്ന് സത്യരാജിനെ വിളിച്ചു. എന്നിട്ട് സത്യരാജൻ അന്ന് രജനീകാന്ത് ഡയറക്ടർ ആണോ അതോ പ്രൊഡക്ഷൻ ടീമാണോ അറിയില്ല, സത്യരാജൻ അന്ന് ഓഫർ ചെയ്ത് രജനീകാന്തിന് ആ സിനിമയിൽ കൊടുക്കുന്ന റെമ്യൂണറേഷൻ തന്നെ സത്യരാജനും കൊടുക്കാം. രജനീകാന്തിന് അന്ന് കോടികളാണ് സിനിമയ്ക്ക് റെമ്യൂണറേഷൻ. നമുക്കറിയാം ഇന്ത്യൻ സിനിമയിൽ, സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ വാങ്ങുന്ന ഒരു 2-3 നടന്മാരെടുത്തു കഴിഞ്ഞാൽ അന്ന് രജനീകാന്ത് ആയിരുന്നു അതിലൊന്ന്. പക്ഷെ സത്യരാജ് ആ ഓഫർ നിരസിച്ചു. അത് കഴിഞ്ഞിട്ട് എന്തിരൻ സിനിമയിലും സത്യരാജിനെ വിളിച്ചിരുന്നു, ഒരു വില്ലൻ റോളിൽ വിളിച്ചു. അതും സത്യരാജ് ചെയ്തില്ല. അപ്പോൾ പിന്നീട് അതിനുശേഷം ആ ഒരു ടൈമിൽ തന്നെയാണ് വേറെ ചില രാഷ്ട്രീയപരമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഈ കാവേരി നദിയുടെ ചില വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാടും കർണാടകയായിട്ടുള്ള ചില കോൺഫ്ലിക്ട്സ് ഒക്കെ നടക്കുന്ന സമയത്ത് എന്തോ ഒരു രജനീകാന്തിനെ ഉദ്ദേശിച്ചിട്ട് പറയുന്ന രീതിയിൽ സത്യരാജ് ചില പ്രസ്താവനകളൊക്കെ ഇറക്കി. അതെനിക്ക് തമിഴ് സിനിമാ താരങ്ങളെല്ലാവരും ഒരു നിരാഹാര സമരമോ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്തോ ഇവർ തമ്മിൽ അത് സത്യരാജ് എന്തോ പ്രസ്താവന ഇറക്കിയതിൽ രജനി ഫാൻസിന് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് സിബിരാജ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ അച്ഛനും രജനി സാറും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ ഒരുമിച്ച് അഭിനയിക്കാത്തതോടും കൂടിയും എല്ലാം കൂടി ഇപ്പൊ പല പല ഗോസിപ്പുകളൊക്കെ വന്നിരുന്നത് അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. പിന്നെ മറ്റു ചില വാർത്തകൾ, കോളങ്ങളൊക്കെ അന്ന് വാർത്ത ഉണ്ടായിരുന്ന 90s തുടങ്ങിയ സമയത്ത് രജനീകാന്തിന്റെ സിനിമകളും സത്യരാജിന്റെ സിനിമകളും ഒരുമിച്ചിറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളും അതൊക്കെ ഫാൻസുകാർ തമ്മിൽ പറഞ്ഞ കഥകളായിരിക്കാം. എന്തായാലും 86 ശേഷം അവർ പിന്നീട് ഒരിക്കലും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് ഈ ഒരു കൂലി സിനിമയുടെ ഡിസ്കഷനൊക്കെ എത്തിയപ്പോൾ അന്ന് ലോകേഷ് കഥയൊക്കെ പറയാൻ വേണ്ടി പറഞ്ഞ് ലോകേഷ് അതിന്റെ സ്റ്റാർ കാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയ ശേഷം രജനീകാന്തിനോട് പറഞ്ഞത് ആ റോള് ചെയ്യാൻ സത്യരാജ് സാറ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രജനീകാന്ത് ചോദിച്ചു, സത്യരാജ് ഓക്കെ പറഞ്ഞോ? അപ്പോൾ പറഞ്ഞതാണ്, ഞാൻ പണ്ട് ശിവാജിയിൽ എൻ്റെ അതേ റെമ്യൂണറേഷൻ കൊടുക്കാമെന്നും പറഞ്ഞിട്ടും
സത്യരാജ് വരാത്ത ആളാണ്, എങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിച്ചു എന്നാണ് ലോകേഷ് അടുത്ത് രജനീകാന്ത് ചോദിച്ചത്. പക്ഷെ സത്യരാജ് ഈ പ്രാവശ്യവും അതിന് കുറച്ച് കാലം മുമ്പുള്ള പല ഫംഗ്ഷനും പറഞ്ഞിട്ടുണ്ട് രജനീകാന്തായിട്ട് ഞാൻ ഒരു പ്രശ്നവുമില്ല. രജനീകാന്ത് പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ ആശയപരമായിട്ട് പല പ്രശ്നങ്ങളും പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ട്, പക്ഷെ വ്യക്തിപരമായിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്നാണ്. പിന്നെ സത്യരാജ് പറഞ്ഞത് ഞങ്ങൾ ഇപ്രാവശ്യം ഈ കോഹ്ലിയുടെ പ്രീ റിലീസ് ഇവന്റിന് പറഞ്ഞത് എന്തുകൊണ്ട് മിസ്റ്റർ ഭരതിന് ശേഷം ഇതുവരെ ഒരുമിച്ച് അഭിനയിച്ചില്ല എന്ന് വെച്ചപ്പോൾ സത്യരാജ് പറഞ്ഞാണ് 7 സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. മിസ്റ്റർ ഭരത് എന്ന് പറയുന്ന ഒരു സിനിമ എത്തിക്കഴിഞ്ഞപ്പോൾ അതിന്റെ പീക്കായി. അപ്പൊ അതിനപ്പുറത്തോട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയിട്ടേ കാര്യമുള്ളൂ. പക്ഷെ ശിവാജിയിലായാലും യന്ത്രനായാലും എനിക്ക് കൺവിൻസിങ് അല്ല. ആ വന്ന കഥാപാത്രങ്ങൾ എനിക്ക് അത്ര തൃപ്തി തോന്നാത്തതുകൊണ്ടാണ്, അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല എന്നാണ് സത്യരാജ് പറഞ്ഞത്. പിന്നെ ഈ സിനിമയിൽ എന്തുകൊണ്ട് അഭിനയിച്ചു എന്ന് സത്യരാജ് പറഞ്ഞത് 7 സിനിമകൾ ഞാൻ 80s അഭിനയിച്ചതിൽ രജനീകാന്തിന്റെ വില്ലനായിരുന്നു, ഇതിൽ ഞാൻ രജനീകാന്തിന്റെ ഫ്രണ്ടായിട്ടാണ് അഭിനയിക്കുന്നത്. നമുക്ക് ട്രെയിലർ കാണുമ്പോഴും എനിക്ക് മനസ്സിലായത് ഇതിലാ സത്യരാജ് എന്ന് പറയുന്ന ശ്രുതിഹാസന്റെ അച്ഛന്റെ ക്യാരക്ടറാണ്. സത്യരാജൻ എന്തോ ഒരു പ്രോബ്ലത്തിൽ പെടുന്നു, രജനീകാന്ത് അത് ഹെൽപ്പ് ചെയ്യാൻ വരുന്നതൊക്കെ ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ ഒരിക്കലും ഇവർ ഇതിന്റെ കഥയോ ഇതിന്റെ കഥാപാത്രങ്ങളോ എന്താണെന്ന് പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും ലോകേഷ് പറഞ്ഞത്, ലോകേഷിന്റെ അടുത്ത് സത്യരാജ് ചോദിച്ചു എന്തുകൊണ്ട് എന്നെ റോൾ വിളിച്ചു എന്ന് വെച്ചാൽ പറഞ്ഞു ഞാൻ മിസ്റ്റർ ഭരത് എന്ന് പറയുന്ന ഒരു സിനിമയുടെ വലിയ ഫാനാണ്, അതിൽ നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ട് നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. മിസ്റ്റർ ഭരത് 86 റിലീസ് ചെയ്യുമ്പോൾ ഞാൻ ജനിച്ചിട്ടുള്ളൂ എന്നാണ് ലോകേഷ് പറഞ്ഞത്. അപ്പൊ അതിനുശേഷം ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് അവരെ ഒരുമിച്ച് അഭിനയിപ്പിക്കുന്നത്. സത്യരാജും വളരെ കാര്യമായിട്ടാണ് രജനീകാന്തിനെ കുറിച്ച് പറഞ്ഞത്. സത്യരാജ് പറഞ്ഞു ഞാൻ 78 സിനിമയിൽ വന്ന് ഇത്ര വർഷമായിട്ട് അഭിനയിക്കുന്നു, പക്ഷെ 50 വർഷമായിട്ട് സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന ഒരാളാണ് രജനീകാന്ത്. രജനീകാന്ത് ഇരുന്നാലും നടന്നാലും ഉറങ്ങുമ്പോഴും ഒരു സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. അതായത് അത്രയും രജനീകാന്തിനെ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് പെരുമാറുന്ന ഒരാളാണ്, റെസ്പെക്റ്റോടുകൂടി പെരുമാറുന്ന ഒരാളാണ് സത്യരാജ്. അപ്പൊ എന്തായാലും സത്യരാജ് രജനീകാന്ത് കോംബോ എന്ത് അത്ഭുതമാണ് ലോകേഷ് സൃഷ്ടിക്കാൻ പോകുന്നത്, ഇവർ രണ്ടുപേരെയും വെച്ചിട്ട് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്തായാലും തിയേറ്ററുകൾ തന്നെ നമുക്ക് പോയി കാണാം.